സുഹൃത്തുക്കളെ നമസ്കാരം. ഉമ്മർ പുന്നയിലാണ്. ഉമ്മർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഉറുമ്പുകളെ കൊണ്ട് ചില സമയങ്ങളിലൊക്കെ വലിയ ശല്യമാണ്. അത് വീടിൻ്റെ അകത്തായാലും ശരി, പുറത്തായാലും ശരി, ഇനി കൃഷി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി, എല്ലായിടത്തും ഉറുമ്പ്. ചില സമയത്തൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. ഉറുമ്പ് കടി കാരണം കുട്ടികൾക്ക് പുറത്തിരുന്ന് കളിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിക്കാൻ വിചാരിച്ചാൽ പുളിറുമ്പ് കാരണം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഉറുമ്പ് ശല്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളിൽ കൂടുതൽ പേരും ഉറുമ്പ് ശല്യം അനുഭവിച്ചവരെന്നാവുള്ളൂ. ഏത് മരത്തിൻ്റെയും കടക്കുന്ന ഇങ്ങനെ മണ്ണ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ മരം വീഴുക ചെയ്യുക. എൻ്റെ 2 മീനാമ്പഴത്തിൻ്റെ മരം ഇങ്ങനെ വീണുപോയി. ഉറുമ്പ് ശല്യം മാറാനും പല റെമഡികളും പലവരും പറഞ്ഞു തന്നിട്ട് അതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമല്ല. സോപ്പ്, അതേപോലെ വിനാഗിരി, ബോറിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കി നോക്കി, ഒരു കാര്യമല്ല. അവസാനം ഞാൻ ചെയ്ത മരുന്നാണിത്. ഇതുകൊണ്ട് ഒരു കൊല്ലത്തിന് പിന്നെ ഉറുമ്പ് ആ പ്രദേശത്ത് വരുന്നില്ല. അത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ നിങ്ങൾക്ക്. ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. എല്ലാ കൊല്ലം ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് കുറുമ്പ് വരില്ല, അത് ഉറപ്പാണ്. ഒരു പാക്കറ്റ് മരുന്നിലേക്ക് 3 ലിറ്റർ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ആക്കണം. ഈ മരുന്ന് മിക്സ് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ കോഴിക്കടയിൽ പോയിട്ട് 5 or 6 കോഴിക്കാല് വാങ്ങിക്കൊടുന്ന് ഈ ഉറുമ്പ് ശല്യമുള്ള മരങ്ങളുടെ ഓരോന്നിൻ്റെയും കടക്കൽ ഓരോ കാല് കെട്ടി വെക്കണം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാ ഉറുമ്പുകളും ഈ കാലിൽ വന്നിട്ട് കൂടിയിട്ടുണ്ടാവും, കാല് തിന്നാൻ വേണ്ടി. ഉറുമ്പ് കൂടിയിരിക്കണ ആ കാലിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഉറുമ്പുകളും ചത്തോളും. കൂടാതെ നമ്മൾ അതിൻ്റെ പൊത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാല് കെട്ടി വെച്ച് ഉറുമ്പുകളെ വരുത്തി നമ്മൾ മരുന്നടിക്കുമ്പോൾ നമുക്ക് പണി കുറവാണ്. അതല്ലെങ്കിൽ നമ്മൾ ഉറുമ്പിനെ തെരഞ്ഞു നടക്കണം. ഇതൊന്നും വേണ്ട. ഉറുമ്പ് നമ്മളെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉറുമ്പുണ്ട് വന്നോളും. പിന്നെ മരുന്നൊന്നും അടിച്ചു കൊടുക്കുക വേണ്ടുള്ളൂ. ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന വലിയ മരമാണെങ്കിലും അതിന്മേലുള്ള പുളിയുറുമ്പിനെ നമുക്ക് താഴേക്ക് വരുത്താൻ പറ്റും. ഇതേപോലെ ആ മരത്തിന്റെ താഴെ വന്ന് കാലുകെട്ടി വെച്ചാൽ മതി, എല്ലാ ഉറുമ്പുകളും താഴെ വന്നോളും. ഈ മരുന്നായ ഉറുമ്പുകളിൽ ഏതെങ്കിലും ഒരു ഉറുമ്പ് അതിന്റെ കൂട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂട്ടിലുള്ള എല്ലാ ഉറുമ്പുകളും ചാവും. ആ മരത്തിലുള്ള എല്ലാ ഉറുമ്പുകളും ചാവും, അത് ഉറപ്പാണ്. പിറ്റേ ദിവസം നിങ്ങൾ ആ മരത്തിന്റെ ചോട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മരത്തിലുള്ള എല്ലാ ഉറുമ്പുകളും താഴെ വീണ് ചത്ത് കിടക്കുന്നതാണ് കാണുക. കോഴിക്കാല് കെട്ടിവെച്ച് മരുന്നടിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഉറുമ്പ് എത്തിക്കോളും. അപ്പോൾ നമുക്ക് മരുന്ന് സൗകര്യം പോലെ അടിക്കാനും പറ്റും. കാറ്റ് നോക്കി മാറി നിന്ന് അടിക്കാൻ പറ്റും. ഈ പുളിയുറുമ്പിനെ കൊണ്ട് വീടിന്റെ അകത്തേക്കും വലിയ ശല്യമാണ്. അതിനൊക്കെ പരിഹാരമാണ് ഈ മരുന്ന്. അതിന് ചെയ്യേണ്ടത് വീടിന്റെ അകത്ത് ഒരിക്കലും ഈ മരുന്ന് അടിക്കരുത്. വീടിന്റെ പുറത്ത് തറക്ക് ചുറ്റും ഇടവിട്ട് ഓരോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ അടിക്കണ പോലെ അടിക്കണം. അത് നമ്മൾ ആൾപെരുമാറ്റം ഉള്ളിടത്ത് അടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതുപോലെ വീടിന്റെ അകത്ത് ഒരിക്കലും അടിക്കരുത്. കൃഷി ചെയ്യുന്ന സ്ഥലത്തും അടിക്കരുത്. നമ്മുടെ വീടിന്റെ തറക്ക് ചുറ്റും അടിച്ചാൽ തന്നെ വീടിന്റെ അകത്തേക്ക് വരുന്ന ഉറുമ്പുകളൊക്കെ ചത്തോളും. പിന്നെ വീടിന്റെ അകത്തേക്ക് ഉറുമ്പ് വരില്ല. ഉറുമ്പുകളെ കൊല്ലുന്നത് പാവാണ്. ഉറുമ്പുകളെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ശല്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊല്ലാവൂ. എൻ്റെ മുറ്റത്തുള്ള പേരമെന്ന് പേരക്ക പൊട്ടിക്കാൻ പറ്റിയിരുന്നില്ല, മീനാപ്പഴം പൊട്ടിക്കാൻ പറ്റിയിരുന്നില്ല, മാവുമെന്ന് മാങ്ങ പൊട്ടിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൂടാതെ വീടിൻ്റെ ഉള്ളിലേക്കും വലിയ ശല്യമായിരുന്നു ഈ പുളിയുറുമ്പിനെ കൊണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മരുന്നടിക്കേണ്ടി വന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ മരുന്നിൻ്റെ പേരാണ് ജമ്പ്. 2 ഗ്രാമാണ് ഈ പാക്കറ്റിലുള്ളത്. അതിന് 3 ലിറ്റർ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ മരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ മാറ്റി നിർത്തണം. ഇത് കൃഷി സ്ഥലത്ത് അടിക്കരുത്, വീടിനകത്ത് അടിക്കരുത്, കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന സ്ഥലങ്ങളിൽ അടിക്കരുത്. ഒരിക്കലും അനാസ്ഥ കാണിക്കരുത്. ഇത് ഡേഞ്ചർ പോയ്സൺ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.